JK വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇയാളെ ഓർമ്മയുണ്ടോ? നമ്മുടെ നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തലയടിച്ച് പൊട്ടിച്ച ആ KSUക്കാരൻ. എന്തായാലും ആ KSUക്കാരനെ കേരളം മറന്നില്ല. അന്ന് തെരുവിൽ തല്ലിച്ചതയ്ക്കപ്പെട്ട AD തോമസ് ഇന്ന് ആലപ്പുഴയുടെ പുതിയ MLA ആണ്. സിറ്റിംഗ് MLA ആയ PP ചിത്തരഞ്ജനെ 21,015 വോട്ടുകൾക്കാണ് തറ പറ്റിച്ചത്. ഈ 30-കാരനായ തോമസ് നിയമസഭയിലേക്ക് വണ്ടി കയറുകയാണ്. വിശദമായി നോക്കാം. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. എനിക്ക് ലൈക്ക് ചെയ്ത് ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആലപ്പുഴയിലെ ഇടതുകോട്ട തകർത്ത് തോമസ് നേടിയ ഈ വിജയം കോൺഗ്രസിന് ഇരട്ടി മധുരമാണ് നൽകുന്നത്. അന്ന് VD സതീശൻ ഒരു പ്രസ് മീറ്റിൽ VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇപ്പോൾ മുമ്പത്തെ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ക്ഷമിച്ച് നടക്കുന്നവരാണ്, പക്ഷെ ഞങ്ങൾക്കൊന്നും മറക്കാനാകില്ല. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തതാണെന്നും പറഞ്ഞ് തല്ലിച്ചതച്ച ആ ഒരു സംഭവം കോൺഗ്രസ് കരിങ്കൊടി കാണിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ആൾക്കാർ വന്നിട്ട് തല്ലിച്ചതയ്ക്കുമ്പോൾ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ച് പറഞ്ഞ വാക്കുകൾ എന്താണ് പറഞ്ഞത്? അവർക്കുള്ള പ്രൊട്ടക്ഷനാണ് നമ്മൾ കൊടുത്തത്, ചെടിച്ചട്ടി എടുത്ത് തലക്കടിച്ചിട്ട്. അപ്പോൾ അതാരും മറന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പം മാരാരിക്കുളം വടക്ക് അരശർക്കടവിലെ ഡൊമിനിക് ജാക്സൻ്റെയും അക്കാമയുടെയും മകൻ തോമസാണ് ഇപ്പോൾ ജയിച്ചു കയറിയിരിക്കുന്നത്. പഠനകാലം മുതലൊക്കെ സമരമുഖത്തെ സജീവ സാന്നിധ്യമായിരുന്നു ഇയാൾ. മീൻ വിട്ടിട്ടാണ് അച്ഛൻ മക്കളെ പഠിപ്പിച്ചത്. ഒഴിവ് സമയങ്ങളിൽ അച്ഛനൊപ്പം പൊന്തുവെള്ളത്തിൽ മീൻ പിടിക്കാൻ കടലിൽ പോയിരുന്ന തോമസ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, സാധാരണക്കാരൻ്റെ പ്രയാസങ്ങൾ അറിഞ്ഞിട്ടാണ് ഇയാൾ വളർന്നു വന്നിട്ടുള്ളത്. മകൻ എന്നെ പോലെ ആകുമോ എന്നുള്ള പേടി ആ അച്ഛനുണ്ടായിരുന്നു. പക്ഷേ അവൻ ഇന്ന് നാടിനെ നയിക്കാൻ പോവുകയാണ് എന്ന് ഡൊമിനിക്ക് പറയുമ്പോൾ അത് നാടിൻ്റെ ആകെ അഭിമാനമായിട്ട് മാറുകയാണ്. അപ്പോൾ ഡൊമിനിക്ക് പറഞ്ഞ വാക്ക് ഇതാണ്, എന്നെപ്പോലെ ആവുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ അവൻ ഇന്ന് നാടിനെ നയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വാക്കുകൾ നാടിൻ്റെ ആകെ അഭിമാനമായിട്ട് മാറുകയാണ്. തല്ലി കിട്ടിയ നേതാവ്, തകർപ്പൻ വിജയം. അപ്പോൾ ആ സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത്. ആലപ്പുഴയിലൂടെ നവകേരള യാത്ര ആലപ്പുഴയിലൂടെ കടന്നുപോയപ്പോൾ കരിങ്കൊടി കാണിച്ചതിന് പോലീസിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഗൺമാൻ്റെയും ക്രൂരമായ മർദ്ദനത്തിന് തോമസ് ഇരയായിരുന്നു. ആ മർദ്ദനമേറ്റ ദൃശ്യങ്ങൾ അന്ന് വലിയ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ടായിരുന്നു. പിന്നീട് പാർട്ടി തോമസിനെ നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അത് പോരാളികൾക്കുള്ള അംഗീകാരമായിട്ട് മാറി. തോമസ് നേടിയ 81,065 വോട്ടുകൾ പിണറായി സർക്കാരിനെതിരെയുള്ള ജനരോഷത്തിൻ്റെ കൂടി തെളിവാണ്. യുവത്വത്തിൻ്റെ കരുത്ത് ചിത്തരഞ്ജനെ അടിതെറ്റി. പരീക്ഷാ ചോർച്ചയ്ക്കെതിരെയുള്ള സമരം മുതൽ +1 സീറ്റ് ക്ഷാമം വരെ തോമസ് നയിച്ച പോരാട്ടങ്ങൾ നിരവധിയാണ്. 18 ക്രിമിനൽ കേസുകളോളം തോമസിൻ്റെ പേരിലുണ്ട്. എല്ലാം സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുകയും പിന്നീട് ഒഴിവാക്കുകയും ചെയ്ത തോമസിന് കാലം കാത്തുവെച്ച നീതിയാണ് ഈ നിയമസഭാ വിജയം. ആലപ്പുഴയിലെ AD തോമസ് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 81,065 വോട്ടുകളാണ് നേടിയത്. അതുപോലെ PP ചിത്തരഞ്ജൻ CPM 60,050 വോട്ടുകളാണ് നേടിയത്. 21,015 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് നമ്മുടെ തോമസ് ജയിക്കുന്നത്. ഓടും ആസ്പെറ്റോസ് ഷീറ്റും മേഞ്ഞ, മഴ പെയ്താൽ വെള്ളമൊലിക്കുന്ന, ചോരുന്ന വീട്ടിൽ നിന്നും നിയമസഭയുടെ പകിട്ടിലേക്ക് തോമസ് എത്തുമ്പോൾ അതൊരു പോരാട്ടത്തിൻ്റെ തന്നെ വിജയമാണ്. പോലീസിൻ്റെ ലാത്തിക്കും ഭരണകൂടത്തിൻ്റെ ഗർവിനും തോമസിൻ്റെ വിജയത്തെ തടയാനാവില്ല. ആലപ്പുഴയുടെ മണ്ണിൽ ഇനി കടലിൻ്റെ മകൻ ജനങ്ങളുടെ ശബ്ദമാവും. അപ്പോൾ വരും ദിവസങ്ങളിൽ തോമസിൻ്റെ പ്രവർത്തനം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.